അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചരി വെച്ചുകൊണ്ട് ഒരു സോഫ്റ്റ് പുട്ടാണ്. അതിനായിട്ട് നമ്മൾ പച്ചരിയൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. നമ്മൾ പച്ചരിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത്രയും പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും പച്ചരി നമ്മൾ മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് സോഫ്റ്റ് പുട്ടുണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലോട്ടങ്ങ് പോയാലോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. പച്ചരിയൊക്കെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് അങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ 6 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരി എടുത്താണ് ഇത് പൊടിച്ചെടുത്തത്. അപ്പോൾ ഇത് വെച്ച് മുറുക്ക് തുടങ്ങിയ എല്ലാ പലഹാരങ്ങളും നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ പച്ചരിയൊക്കെ നല്ലപോലെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. മൂത്ത് വരണം, എന്നാൽ മാത്രമേ പുട്ട് നല്ലപോലെ സോഫ്റ്റായിട്ട് വരത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അരിപ്പൊടിയൊക്കെ നല്ലപോലെ മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. നല്ലപോലെ വറുത്ത് കിട്ടണം. ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. നല്ലപോലെ വറുത്ത് കിട്ടണം. നല്ലതായിട്ട് മൂത്ത് വരുന്നുണ്ട് പച്ചരിയൊക്കെ. നല്ലപോലെ വറുത്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ തരികൾ മാത്രം മാറ്റിയിട്ട് അത് മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുകയാണ്. ഇതിന് തരികളൊക്കെ ഉണ്ട്. ആ തരികളൊക്കെ നമ്മൾ മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുക. ശേഷമാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. തേങ്ങയും കാര്യങ്ങളൊക്കെ നമ്മൾ തിരുമ്മി എടുക്കുകയാണ്. കാര്യങ്ങളൊക്കെ നല്ലപോലെ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാചകത്തിലോട്ട് അങ്ങ് പോയാലോ. അപ്പോൾ തേങ്ങയും കാര്യങ്ങളും തിരുമ്മി എടുത്തു. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ പോവാം. നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ തരി മാത്രമേ സെപ്പറേറ്റ് ആക്കിയിട്ട് പൊടി മാത്രമേ അരിച്ചെടുക്കാം. അരിപ്പൊടി ഒന്നുകൂടെ നമുക്ക് ഇറങ്ങിയെടുക്കാം. അരിപ്പൊടിയുടെ തരി ഇത്രയുണ്ട്. ഇത്രയും തരി നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം. നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ നനച്ചെടുക്കാം. ഏകദേശം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പുട്ട് പൊടിക്കാത്തോട്ട് ഉപ്പും കാര്യങ്ങളും ചേർത്ത് പൊടിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ വെള്ളം ചേർത്ത് നനച്ചെടുക്കുകയാണ്. കൈ കൊണ്ട് നമ്മൾ പുട്ടെല്ലാം നനച്ചെടുക്കുകയാണ്. 1 കിലോ അരിപ്പൊടിയാണ് പൊടിച്ചെടുത്തത്. പൊടി നമ്മൾ നല്ലപോലെ വറുത്തെടുക്കണം. അത് വെച്ച് നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് നല്ലപോലെ നനച്ചെടുക്കുകയാണ്. പുട്ടുപൊടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. കെട്ടാതെ നല്ലപോലെ ഒരുപാട് നേരം കൈ പ്രസ് ചെയ്ത് നല്ലപോലെ നനച്ചെടുക്കണം. അങ്ങനെ നമ്മൾ നല്ലപോലെ നനച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. 1 ഗ്ലാസ് വെള്ളം ചേർത്താണ് നമ്മൾ നനച്ചെടുത്തത്. 1 ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ നല്ലപോലെ നനച്ചെടുക്കുകയാണ്. കുറേ നേരം നനച്ചുകൊണ്ടിരിക്കണം. നമ്മളിങ്ങനെ കൈ വിടാതെ നല്ലപോലെ സോഫ്റ്റായിട്ട് നനച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ടാണ് നനച്ചെടുത്തത്, ഒട്ടും തരിയില്ലാതെ. കുറച്ചായിട്ട് ആഡ് ചെയ്യാതെ ഒന്നിച്ച് വെള്ളം ഒഴിക്കരുത്. ഉണ്ടാക്കാൻ തുടങ്ങാം.
കുക്കറൊക്കെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. കുക്കറുകളിലാണ് നമ്മളിന്ന് പുട്ടുണ്ടാക്കുന്നത്. മേക്കറൊക്കെ ആവി കയറ്റാൻ വേണ്ടി വെച്ച് കൊടുത്തിരിക്കുകയാണ്. നല്ലപോലെ ആവി കയറിയിട്ടുണ്ടെങ്കിൽ പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. പുട്ടിലേക്കുള്ളവർക്ക് തേങ്ങയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ തേങ്ങയും കാര്യങ്ങളും ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നനച്ച് വെച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അടുത്ത ട്രിപ്പ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയൊക്കെ ഇട്ടിട്ട് തേങ്ങ അടിയിൽ ചേർത്തിട്ട് പിന്നെ അരിപ്പൊടി ചേർക്കുകയാണ്. അങ്ങനെ 2 ട്രിപ്പായിട്ടാണ് ചേർക്കുന്നത്. പിന്നെ നല്ലൊക്കെ നമ്മൾ തേങ്ങ കുറച്ച് ഇടുന്നുണ്ട്. അല്ലെങ്കിൽ തേങ്ങയും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം. പുട്ട് മേക്കറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കുക്കറിൻ്റെ ഉണ്ടയിലൊക്കെ. എന്നിട്ട് മൂടി വെച്ച് അടച്ചേക്കുവാണ്. ഇനി നമുക്ക് പുട്ടൊക്കെ റെഡിയാക്കി എടുക്കാം. മേക്കറൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കുക്കറിൻ്റെ ഉണ്ടയിലൊക്കെ. ഇനി നമുക്ക് പുട്ടൊക്കെ നല്ലപോലെ റെഡിയാക്കി എടുക്കാം. നമ്മളെ പുട്ട് മേക്കർ വെച്ചേക്കാണ്. പുട്ട് വെച്ചിരിക്കുകയാണ്. പുട്ടൊക്കെ റെഡിയായി വരുന്നുണ്ട്. വന്നിട്ടുണ്ട്. നമ്മുടെ പുട്ടൊക്കെ റെഡിയായിട്ടുണ്ട്. റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ്ങിലോട്ട് മാറ്റാം. സെർവിങ്ങിലോട്ട് മാറ്റുകയാണ്. ഈ പുട്ട് നമ്മൾ റെഡിയാക്കി എടുത്തു. അതിൽ ബാക്കിയുള്ള പുട്ടുകളും റെഡിയാക്കി എടുക്കാം. നമ്മുടെ സോഫ്റ്റ് പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.